ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രൊക്കോളി കട്ട്ലേറ്റാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് പേളിമാണിയുടെ റെസിപ്പി നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അന്നത് ഉണ്ടാക്കിയിട്ട് കഴിച്ചവരെല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടപ്പെട്ടു. മറ്റ് ചിക്കൻ കട്ട്ലേറ്റിനേക്കാളും അല്ലെങ്കിൽ ബീഫ് കട്ട്ലേറ്റിനേക്കാളൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടം ബ്രൊക്കോളി കട്ട്ലേറ്റാണ്. കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും കേട്ടോ. ബ്രൊക്കോളി ഇഷ്ടമില്ലാത്തവർക്കായാലും ഇഷ്ടപ്പെടും. കാരണം ആ ഒരു ബ്രൊക്കോളിയുടെ സ്മെല്ലൊന്നും അധികം ഉണ്ടാവില്ല. കാരണം ബ്രൊക്കോളി നമ്മൾ എത്ര എടുക്കുന്നുണ്ടോ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കാം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രൊക്കോളി ഞാൻ വേവിക്കുന്നത് നല്ല ചൂടുള്ള വെള്ളത്തിൽ, അതായത് നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ 10 മിനിറ്റ് ഇത് ഇട്ട് വെക്കുകയാണ്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് അതിൽ ഇട്ട് വെക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു 3 എണ്ണം, അതായത് ഇതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ച് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, 1-2 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരു സവാള, ഒരു മീഡിയം സൈസുള്ള സവാള, ഇതെല്ലാം ചെറുതായിട്ട് അരിയുക. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ചെറുതായി അരിഞ്ഞതും സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ബ്രൊക്കോളിയിലും ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പിടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഉണ്ടല്ലോ, അതിന് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ചെറുതായി പീസ് ആക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ചോപ്പറിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം കുനുകുനാന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിന് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിവുള്ളത് എനിക്ക് തോന്നുന്നില്ല അത്ര ടേസ്റ്റ് ആവുമെന്ന്. എനിക്ക് കുറച്ച് എരിവ് കുറഞ്ഞ് നിൽക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ആഡ് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഇത് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. ഇനി ഇല്ല, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഒഴിവാക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ കട്ട്ലേറ്റിനെ പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ കട്ട്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ആക്കിയുള്ളത്. വലുതും ചെറുതൊക്കെ ആയിട്ട് ആക്കിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ചെറുതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയും പിന്നെ വലിയതെന്നുള്ള രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിക്കുക. അതിലേക്ക് ഞാൻ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കട്ട്ലേറ്റ് പരത്തിയത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രെഡ് പൊടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. ഞാനല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് അല്ല കേട്ടോ. വൈറ്റ് ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ എഗ്ഗിൻ്റെ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസ് 2 സൈഡിലും നന്നായിട്ട് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഒരുപാടൊന്ന് വെട്ടി തിളയ്ക്കുന്ന പാകത്തിനാവേം വേണ്ട, എന്നാൽ എണ്ണ ചൂടാവേം വേണം. ഒരുപാടായി കഴിഞ്ഞാൽ ഇട്ട് ഒഴിക്കുന്ന കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ചൂടൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കതിന്ന് കോരിയെടുക്കാം കേട്ടോ. 2 സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ എടുക്കുക. ഒരുപാട് ബ്രൗൺ ആവണ്ട, കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിയും കേട്ടോ. അതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം.